2025-26 അക്കാദമിക് ഇയർ കാലണ്ടർ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വർഷം 2025 ഓഗസ്റ്റ് മാസം അവസാനത്തിൽ ഓണം എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ആദ്യ വാരത്തിലാണ് നമ്മുടെ ഓണം എക്സാമിൻ്റെ ലീവ് വെക്കേഷൻ 10 ഡേയ്സ് വെക്കേഷൻ നമുക്കുണ്ടാകുന്നത്. അപ്പം ഈ വെക്കേഷന് മുന്നേ ഓണം എക്സാം എന്തായാലും ഉണ്ടാകും. ഈ ഓണം എക്സാമിന് മുന്നേ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടൻസി എക്സാം ഉണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ആദ്യത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ പ്ലസ് ടുവിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്ലസ് ടു പഠിക്കല്ലേ, നമ്മൾ ആദ്യത്തെ എക്സാം വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഏകീയമായിട്ട് എന്തുണ്ടായിരുന്നില്ല, ഒരു ഓണം എക്സാം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സംസ്ഥാന വകുപ്പ് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാവർക്കും ഒരേ എക്സാം, അതിൻ്റെ വാല്യുവേഷൻ, അത്തരം ഒരു സംവിധാനം കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. എല്ലാവർക്കും ഒരേപോലെ ഒരേ ടൈം ടേബിൾ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതത് സ്കൂളുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തോ അതിനനുസരിച്ചായിരുന്നു അവർക്കൊക്കെ ഓണം എക്സാം ഉണ്ടായിരുന്നത്. ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല. കാരണം ക്ലാസ്സിനൊന്നും യാതൊരു രീതിയിലും മുടക്കുകൾ വരാതെ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ പോർഷൻസ് ഒക്കെ മുന്നോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടും പ്ലസ് വണ്ണിൽ അടക്കം തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഓണം എക്സാം മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അക്കൗണ്ടൻസിയുടെ എക്സാമിനേഷനിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും? ഒന്നാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്, അത് ഉറപ്പാണ് നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും ഈ വർഷത്തെ ഓണം എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലെ അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് അപ് ടു ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസ്, ട്രീറ്റ്മെൻറ്റ്, ഇതുവരെയൊക്കെ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസും ട്രീറ്റ്മെൻറ്റും ഇതുവരെ ആയിരിക്കും ജനറൽ എന്തുണ്ടാവുക ഈ വരുന്ന ഓണം എക്സാം പോർഷൻസ് ആയിട്ട് ഉണ്ടാവുക. മോർ ഓവർ അക്കൗണ്ടിങ്ങിന് ഈ ഒരു പാർട്ട് മാത്രമല്ല, പാർട്ട്ണർഷിപ്പോട് കൂടെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള മറ്റൊരു പോർഷൻ ഉണ്ട്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ 2 ചാപ്റ്റർ ആയിട്ടുള്ള ഓർവി ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, രണ്ടാമത് സ്പ്രെഡ്ഷീറ്റ്, ഈ 2 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഈ വർഷത്തെ ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോർഷൻസ് ഒക്കെ പഠിച്ച് കഴിയണം. നിങ്ങളുടെ ടോട്ടൽ സബ്ജക്ട്സിൻ്റെ ഓൾമോസ്റ്റ് ഒരു 28-30% എന്ത് ചെയ്യും ഈ ഓണം എക്സാമോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള 70% ഉണ്ടല്ലോ, ആ 70%ൻ്റെ ഒരു 90% ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫൈനൽ എക്സാമിന് മുന്നേ തന്നെയുള്ള ഒരു 85% ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവുകയും അവസാനത്തെ കുറച്ച് പോർഷൻ മാത്രം ഫൈനൽ എക്സാമിലേക്ക് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓണത്തെ എക്സാമിന് നന്നായിട്ട് പഠിക്കാം, ക്രിസ്മസ് എക്സാം നന്നായി പഠിച്ചാൽ പിന്നെ കുറച്ച് മാത്രം നിങ്ങളുടെ ഫൈനൽ എക്സാമിന് പഠിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചങ്ങ് തീർക്കാം. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഓവർ എഫേർട്ട് എടുക്കാനുണ്ടാവില്ല, കുറച്ച് മാത്രം പഠിക്കാനും ബാക്കി കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓണം എക്സാം എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കാം.